ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ടേക്കിൾ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ MCX വീക്കിലി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ MCX മാത്രമേ ഇന്ന് ഹോളിഡേ ആയിട്ടുള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടല്ല, പകരം ബിലേറ്റഡ് ആയിട്ടുള്ള ഹാപ്പി റിപ്പബ്ലിക് ഡേ ആണ്. അത് പറയാൻ വിട്ടുപോയതിൽ ക്ഷമിക്കുക. സോ നമ്മുടെ മാർക്കറ്റ് മാത്രമേ ഇന്ന് അവധിയായിട്ടുള്ളൂ. അമേരിക്കൻ മാർക്കറ്റ്, അതായത് വേൾഡിലെ ഫോറക്സ് മാർക്കറ്റ് ഒക്കെ നല്ല കിടില അപ്പാണ്. ഗോൾഡ് XAUSD 50,080 വരെ പോയ ഗോൾഡ് ഇപ്പൊ നിൽക്കുന്നത് 50. ഗോൾഡ് ഇപ്പൊ ഓൾമോസ്റ്റ് 5112 വരെ ഇന്ന് പോയായിരുന്നു. അതായത് ഗോൾഡ് പോയ പോക്ക് ദൈവം സഹിക്കൂല. ഗോൾഡ് എങ്ങോട്ട് പോകണമെന്ന് ആർക്കും നിർബന്ധമില്ല, പിടിയില്ലാത്ത രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ഗോൾഡിന്റെ ഹെഡ്ജ് ഫണ്ട്സുകളുടെ ഹെവി ബൈയിങ് ആണ്, പ്രത്യേകിച്ച് ഗോൾഡിലും സിൽവറിലും. ഈ സിൽവറിന്റെ വില കൂടുന്നതിനെ കുറിച്ച് പല ആൾക്കാരും സിൽവറിന്റെ വില കൂടാൻ കാരണം ഒന്ന് ജെ പി മോർഗന്റെ പേർപ്പസ് ഷോർട്ട്സ് ഉണ്ടായിരുന്നു. അവർ ഷോർട്ട് പൊസിഷനിൽ കിടന്നത് അവര് കവർ ചെയ്തതിനു ശേഷം ഹ്യൂജ് ക്വാണ്ടിറ്റി ഫിസിക്കൽ ഗോൾഡ് സിൽവർ വാങ്ങിച്ചു തുടങ്ങി. സോ ഒന്നാമത് അമേരിക്കൻ മിന്റിലെ സപ്ലൈ പ്രകാരം അവർ ഷോർട്ടിൽ നിൽക്കുകയാണ്. അതായത് അമേരിക്കൻ മിന്റ് പറയുന്നത്, US മിന്റ് പറയുന്നത് സിൽവർ കിട്ടാനില്ല, അതുകൊണ്ട് ആ ഷോർട്ടും ഫിസിക്കൽ മാർക്കറ്റിനെ ഹെവി ആയിട്ട് കൂടുന്നു. നിങ്ങൾ നോക്കിയറിയാം, ഷാങ്ഹായിലെ ഗോൾഡ് മാർക്കറ്റ്, സിൽവർ മാർക്കറ്റ് $126 നിൽക്കുകയാണ്. നമ്മുടെ സിൽവർ ഇപ്പൊ നിൽക്കുന്നത് $109, പക്ഷെ ഷാങ്ഹായിലെ ഡോളർ നിൽക്കുന്നത് $126. അതായത് പറഞ്ഞ $16 മുകളിലാണ് ഷാങ്ഹായ് സിൽവർ മാർക്കറ്റ് ഹെൽഡ് ചെയ്യണത്. സോ ചുരുക്കി പറഞ്ഞാൽ ഇതിനെല്ലാം ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലെ ഹെവി ആയിട്ടുള്ള പ്രൈസ് നിൽക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിമാൻഡ് വളരെ കൂടുതലാണ്, ഷോർട്ടേജ് ആണ് സാധനം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ ആവേശം മൂത്ത് പറയുമ്പോൾ മൈക്കൊക്കെ ഓരോ സൈഡിലേക്കോട്ട് പോകുന്നുണ്ട്. സോ ഫിസിക്കൽ ഡിമാൻഡ് വളരെയധികം കൂടുതലാണ് കറണ്ട് മാർക്കറ്റിൽ. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സിൽവർ ഗോൾഡും ഹെവി ആയിട്ടുള്ള അപ്വേർഡ് മൊമെന്റത്തിലേക്ക് പോവാ. എങ്ങോട്ട് പോകും ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, എങ്ങോട്ടൊന്നും എമ്മത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുകയാണ്. ഗോൾഡ് ഞാൻ സിൽവർ ഞാൻ 100 വരെ പ്രതീക്ഷിച്ചു. എന്നിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നമ്മുടെ ഫോറക്സ് ട്രേഡേഴ്സിനും നമ്മുടെ MC സപ്പോർട്ട് പ്ലാനുള്ള ഫോറക്സ് ട്രേഡേഴ്സിനും കൊടുത്തു. $95 മുകളിൽ സിൽവർ ബൈ ആണ്. 110 ടാർഗറ്റ്, 110 ടാർഗറ്റ് അടിച്ചു. ഇനി അതിന് മുകളിൽ പോകണമെങ്കിൽ എനിക്ക് പുതിയ ടാർഗറ്റ് കണ്ടുപിടിക്കേണ്ടി വരും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച്. അതേപോലെ ഗോൾഡിന്റെ ടാർഗറ്റ് എത്രയായിരുന്നു? $5000 ആയിരുന്നു. അതിന് മുകളിൽ ഓപ്പൺ ചെയ്തു. സോ ഇത് ഒന്നും പറയില്ല, എന്തോ നാളെ ലോകം ഇടിഞ്ഞു പോകണം, എല്ലായിടത്തും അണുവായുധം പ്രയോഗിക്കാൻ പോകണം, അല്ലെങ്കിൽ വാറ് നടക്കാൻ പോകുന്ന ഒരു പ്രതീതിയിലാണ് ഈ സിൽവറും ഗോൾഡും കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിടിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. സോ ഓവറോൾ പറയണമെങ്കിൽ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് അപ്പ് വീക്ക് ആയിരുന്നേ. കഴിഞ്ഞ മൺഡേയിൽ പി ഷേപ്ഡ് പ്രൊഫൈൽ വന്ന് കയറി ട്രെൻഡിങ് ഒരു അപ്വേർഡ് വീക്കായിരുന്നു. ഒരു വീക്കിലി POC നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിനെ സംബന്ധിച്ച് 4600 ഭാഗത്തൊക്കെയാണ് ബൈയിങ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ 4600 ഭാഗത്താണ് ബൈയിങ്. ട്രെൻഡിങ് അപ്വേർഡാണ്. സോ എനി ഡിപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്പ് ഈ 4600 ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടി ഗോൾഡ് വാങ്ങാം, താഴേക്ക് വരില്ല. ഇനി ഫ്രഷ് ബൈ എന്ന് പറയണമെങ്കിൽ ഞാൻ എടുക്കുന്നത് ഈ ഒരു $5000 ഭാഗത്തൊക്കെ ഗോൾഡ് പറയണമെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ഇന്ന് ഒരു ദിവസം ഡിലേ ആയി പോയത് കാരണം കഴിഞ്ഞ ആഴ്ച ഒരു കോൺഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊച്ചി വെച്ച്. അതിന് കഴിഞ്ഞ് സ്പീക്ക് ചെയ്ത് തിരിച്ചു വന്നു ഒരു പോഡ്കാസ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് എത്തിയപ്പോൾ ഡിലേ ആയിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇന്നത്തേക്ക്. പിന്നെ ആ ഒരു മൈഗ്രെയിനും കുറെ ഇഷ്യൂസ് ഒക്കെ ആയത് പറഞ്ഞ് ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, മറന്നുപോയി സത്യം പറഞ്ഞാൽ, ക്ഷമിക്കുക. സോ ഇന്ന് ഗോൾഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മാനേജ്. അപ്പൊ എന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി മാർക്കറ്റ് കൂടുതൽ മുകളിൽ ഓപ്പൺ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇനി ഒരു ബൈ 5100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം, ഇല്ലെങ്കിൽ 5000 ഭാഗത്ത് എത്തുമ്പോൾ ബൈ ചെയ്യാം. 5100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5140, 5200, വേണമെങ്കിൽ 5255 വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല എങ്കിൽ ഡിപ്പ് ബൈയിങ് എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് 5000 ഭാഗത്തേക്ക് എത്തുമ്പോൾ ഡിപ്പ് ബൈ ചെയ്യാം. സെക്കൻഡറി ഡിപ്പ് ബൈയിങ് എന്ന് പറഞ്ഞാൽ 4900 ഭാഗത്താണ്. അതും പൊട്ടുകയാണെങ്കിൽ ഗോൾഡ് 4600, 667 ഭാഗത്ത്, 70 ഭാഗത്തേക്ക് എത്തും. ആ ഭാഗത്ത് എത്തുമ്പോൾ കണ്ണും പൂട്ടി ഗോൾഡ് വാങ്ങുക. സോ ഇനി 5100 മുകളിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങുക. ആ ബൈ നിങ്ങൾക്ക് 5160, 5210, 5245 ആ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക്, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ലെവൽസ് ആണ്, ആ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല എങ്കിൽ ഡിപ്പ് ബൈങ് 5000 ഭാഗത്തോ ഇല്ലെങ്കിൽ 4900 ഭാഗത്തോ ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ടേക്ക് ഡിപ്പ് ബൈങ്. അതാണ് എനിക്ക് ഗോൾഡിനെ കുറിച്ച് പറയാനുള്ളത്. അതേപോലെ സിൽവർ
കഴിഞ്ഞ ആഴ്ചയിൽ സിൽവർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിൽവർ കഴിഞ്ഞ ആഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു 4-5 ദിവസം ഒരു ബാലൻസ് ഫോർമേഷൻ, അതായത് $93 ഭാഗത്ത് ഹെവി വോളിയം ബിൽഡപ്പ് തന്നതിന് ശേഷം ഒരു ശബോന്നൊരു അപ്പായിരുന്നു വെള്ളിയാഴ്ച. അത് ഓൾമോസ്റ്റ് $103 ഭാഗത്തേക്ക് അവൻ ക്ലോസ് ചെയ്തു. ഞാൻ $95 ബൈ പറഞ്ഞു, ടാർഗറ്റ് $110 ആയിരുന്നു. ഇന്ന് മോർണിംഗ് $110 അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്റെ ടാർഗറ്റ് സിൽവർ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി, എൻട്രി ചെയ്തു, ടാർഗറ്റ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് കാലത്ത് പറയുകയാണെങ്കിൽ ഫോറക്സ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ട്. സോ സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിരുന്നു. അത് ഇന്നൊരു മോർണിംഗ് $103 ഗ്യാപ്പ് അടിച്ചു. ശരിക്കും പറഞ്ഞാൽ സിൽവറെ സംബന്ധിച്ച് ഇത് $103 ഭാഗത്തോ അല്ലെങ്കിൽ $98 ഭാഗത്തോ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എടുക്കാം. ഇല്ല എങ്കിൽ $110 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ എടുക്കാം. ആ ബൈ വേണമെങ്കിൽ ഇനി ഒരു 110, 115, എനിക്ക് ഷാങ്ഹായിയുടെ സിൽവർ പ്രൈസ് വെച്ചുള്ള $126 വരെ പോകാനുള്ള ചാൻസ് ഇപ്പോഴും പോസിബിൾ ആയ ഒരു സംഗതിയാണ്. അപ്പൊ ഡിപ്പ് ബൈ 100 ഭാഗത്തോ $93 ഭാഗത്തോ കിട്ടുകയാണെങ്കിൽ ഡിപ്പ് ബൈങ് സൂമറായിട്ട് എടുക്കാം. ടാർഗറ്റ് $126 ഭാഗത്തേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇല്ല എങ്കിൽ 110 മുകളിൽ നിൽക്കുകയാണെങ്കിൽ $126 ഭാഗത്തേക്ക് ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് എനിക്ക് സിൽവറിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു വീക്കിലി റിവ്യൂ. ഇനി അടുത്തത് നമ്മുടെ ക്രൂഡ് ഓയിൽ. കഴിഞ്ഞ ആഴ്ച ഒരേ റേഞ്ച് ആയിരുന്നു. പക്കാ പറയുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വെനസ്ഡേയുടെ നമ്മുടെ ഇൻവെന്ററി വന്നതിന്റെ കഴിഞ്ഞ വെനസ്ഡേ ഇൻവെന്ററി വന്നതിന്റെ ആ ഒരു ഹൈക്ക് മുകളിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഗോൾഡിന് നാച്ചുറൽ ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5400 ഭാഗത്ത് അല്ലെങ്കിൽ 5390-400 ഭാഗത്ത് ഇപ്പോഴും ബൈയിങ് ആക്റ്റീവ് ആണ്. 5656 മുകളിൽ ക്രൂഡ് ഓയിൽ നിൽക്കുകയാണെങ്കിൽ അത് പുതിയൊരു ഹൈ, അത് എങ്ങോട്ട് പോവാം? 5756, 5800, അതിന് മുകളിൽ 5900 വരെ, 847, 6000 വരെ പോകാനുള്ള ചാൻസ് വരെ കുറച്ചു. ചുരുക്കി പറഞ്ഞാൽ 650 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 5807 വരെയും അതിന് മുകളിൽ 5880 വരെയും പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിലിൽ ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 5650 മുകളിൽ 56 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 5700, 5780, 5880 ഭാഗത്തേക്ക് ക്രൂഡ് ഓയിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 5400, 350 ഭാഗത്ത് ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഒരു ഡിപ്പ് ബൈങ് പോസിബിൾ ആണ്. 5350 പൊട്ടണമെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ഇല്ല എങ്കിൽ 5350 ഭാഗത്ത് ഒരു ഡിപ്പ് ബൈങ് ആണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ക്രൂഡ് ഓയിലിൽ അച്ചീവ് ചെയ്യാനുള്ളത്. 5656 മുകളിൽ വേണമെങ്കിൽ ബ്രേക്ക്ഔട്ട് ബൈ എടുക്കാം. ഡിപ്പ് ബൈങ് ആണെങ്കിൽ 5350 ഭാഗത്തേക്ക് ശ്രമിക്കാവുന്നതാണ്. ഇനി നാച്ചുറൽ ഗ്യാസ്, എനിക്കൊന്നും പറയാനില്ല. നാച്ചുറൽ ഗ്യാസ് എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. ട്രെൻഡിങ് അപ്പോർഡ് വീക്ക്, ഒരു കയറ്റം. ഫ്രൈഡേയിൽ ഇവിടെ 400-300 പോയ നാച്ചുറൽ ഗ്യാസ് ആണ്. 5 ദിവസം കൊണ്ട് 520, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 220, ഡബിൾ പൈസ ഡബിൾ എന്ന് പറയാൻ നാച്ചുറൽ ഗ്യാസിലേക്ക് പോയിട്ടുണ്ട് ഹെവി ആയിട്ട്. ഇനി 520. നമ്മളെ കറണ്ട് മന്ത് ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കണം 486-ലും 27 ജാനുവരിക്ക്. നമ്മുടെ നാച്ചുറൽ ഗ്യാസിന്റെ സെക്കൻഡറി, അതായത് നമ്മൾ നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത മാസത്തെ ഫ്യൂച്ചർ ഉണ്ടല്ലോ, അടുത്ത മാസത്തെ ഫ്യൂച്ചറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 331 ഭാഗത്താണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിലേക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നാച്ചുറൽ ഗ്യാസിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിന്റെ ലെവൽ വെച്ച് അത് സ്വാഭാവികം മറ്റും കണ്ടൂസ് കഴിയുമ്പോൾ അത് ഈ മന്ത് ഫ്യൂച്ചറായിട്ട് മാറും. സോ 340, ഫെബ്രുവരി മാസത്തെ പൊസിഷൻ 340 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈയിങ് ഉള്ളൂ. സോ 340 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ആ ബൈയിങ് എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 344 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 43 മുകളിൽ നിൽക്കുകയും ബൈ എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 348, 352, 352 മുകളിൽ പോവും. ഇല്ല എങ്കിൽ ഒരു ബൈയിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റ്, നമ്മുടെ വെനസ്ഡേയുടെ സിംഗിൾ പ്രിന്റ് ആയ 300, 294 ഭാഗത്തേക്ക് ഒരു റിവേഴ്സൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ എത്തുകയാണെങ്കിൽ ഈ ഒരു 290 ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ ഒരു ഡിപ്പ് ബൈയിങ് എടുക്കാം. ചുരുക്കി പറഞ്ഞാൽ 344 മുകളിൽ മാത്രമേ ഫ്രഷ് ബൈ ഉള്ളത്. എങ്ങോട്ട് പോവാം? 352, 359, 380 ഭാഗത്ത് പോവാം. ഇല്ല എങ്കിൽ ഡിപ്പ് ബൈയിങ് ടിൽ 295, 290 ഭാഗത്ത് കിട്ടിയാണെങ്കിൽ ഡിപ്പ് ബൈ നാച്ചുറൽ ഗ്യാസിന് പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ വീക്കിലി എനർജി സെക്ടറിൽ പറയുകയാണെങ്കിൽ ഡിപ്പ് ബൈയിങ് ഇപ്പോഴും പോസിബിൾ ആണ്. നാച്ചുറൽ ഗ്യാസിൽ 290, 295 ഭാഗത്തും ഞാൻ ഫ്യൂച്ചർ കൊണ്ടിട്ടാണ് പറയുന്നത്. ക്രൂഡ് ഓയിലിന് 5350, 5400 ഭാഗത്ത് ഒരു ഡിപ്പ് ബൈയിങ് പോസിബിൾ ആണ്. ഇല്ല എങ്കിൽ ബ്രേക്ക്ഔട്ട് ബൈയിങ് 5656 മുകളിൽ നിൽക്കുകയാണെങ്കിലോ നാച്ചുറൽ ഗ്യാസിൽ 344 മുകളിൽ നിൽക്കുകയാണെങ്കിലോ ബ്രേക്ക്ഔട്ട് ബൈയിങ് പോസിബിൾ ആണ്. ആ ലെവലിലെ ടാർഗറ്റ്സ് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി
പ്രഷ്യസ് മെറ്റൽ നോക്കുകയാണെങ്കിൽ ട്രെൻഡിങ് അപ്വേർഡ് മൂവ്മെന്റ് ആണ്. സോ ഗോൾഡിനെ സംബന്ധിച്ച് $4,900 ഭാഗത്ത് ബൈയിങ്ങിന് എടുക്കാം, ഇല്ലെങ്കിൽ 5,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അടുത്തൊരു ബ്രേക്ക്ഔട്ട് ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. സിൽവറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ $93 ഭാഗത്ത് ബൈയിങ്ങിനെ കുറിച്ച് ബെസ്റ്റ് പോസിബിൾ ആണ്. അത് ഒരു $126 ഭാഗത്തേക്ക് പോവാം, ഇല്ല എങ്കിൽ ബ്രേക്ക്ഔട്ട് ബൈയിങ് എടുക്കുന്നുണ്ടെങ്കിൽ $110 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട് ബൈയിങ്ങിനെ കുറിച്ചും ചിന്തിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എനർജി സെക്ടറും ടോട്ടൽ കമ്മോഡിറ്റി ഒരു ഡിപ്പ് ബൈയിങ്ങിന്റെ പോസിബിലിറ്റിയാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊസസ് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. സോ ലെവൽ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് MCX സപ്പോർട്ട് പ്ലാൻ ഉപയോഗിച്ച് പലർക്കും ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് പലരും ചോദിച്ചു വന്നു. ഞാൻ MCXൽ ഗോൾഡിന്റെയും സിൽവറിന്റെയും സജഷൻസ് കൊടുക്കുന്നത് ഫോറക്സിലാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ MCX നമ്മളെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ കമ്മോഡിറ്റിയിൽ ഇവിടെ ചെയ്യുന്നത്. സോ നിങ്ങൾ ഫോറക്സ് ട്രേഡർ ആണ്, നിങ്ങൾക്ക് ഗോൾഡിന്റെയും സിൽവറിന്റെയും റേറ്റ് എൻട്രീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം, സപ്പോർട്ട് പ്ലാൻ ഒക്കെ വേണമെങ്കിൽ എന്റെ MCX സപ്പോർട്ട് പ്ലാനിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ വരാമോണ February 14 എന്റെ ഒരു ഈവന്റ് ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ തമിഴിലും കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. എന്റെ ഒരു ഫുൾ പാക്ക് ആയിട്ടുള്ള ഒരു 1 day ഈവന്റ് ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. പ്രൊഫഷണൽ ട്രേഡർ ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നതാണ്. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. സപ്പോർട്ട് പ്ലാൻ ജോയിൻ ചെയ്യണമെങ്കിലോ ഈവന്റിനെ കുറിച്ച് അറിയുന്നതിനോ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.